ഹലോ ഗൈസ്, ഞങ്ങൾ ഇതാ ഇവിടെ ഞാനും അമ്മയും അമ്പും കൂടെ ഞങ്ങളുടെ പറമ്പിൽ വന്നതാണ്. നമ്മളിതാ ഇവിടെ ഇഞ്ചിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതാ ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു വലുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഇഞ്ചിയാണ്, നമ്മൾ നട്ടിട്ടുള്ള ഇഞ്ചിയാണ്. അതാ അമ്മ ഇഞ്ചിയിൽ കാട് പറിക്കുന്നുണ്ട്. ഇത് ഫുള്ള് കാടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ഇഞ്ചിയിൽ നിറച്ച് കാടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പണിക്കാരെയൊക്കെ വെച്ച് ഒരുവിധം പറിച്ചു കഴിഞ്ഞു. എന്നാലും ഇത് പെട്ടെന്ന് ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കാടായി വരും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പറിക്കുന്നുണ്ട്. എന്താ അമ്മ ഇഞ്ചിയിലെ കാട് പറിക്കുന്നുണ്ട്. ഇത് എന്തിനാ അമ്മ ഇങ്ങനെ കാട് പറിക്കുന്ന? കാട് പറിച്ചിട്ട് വേണം വളമിടാൻ. കാട് പറിച്ച് വളമിട്ട് എന്നാലാണ് ഇഞ്ചി നന്നാവുള്ളൂ. കേട്ടില്ലേ? ഈ കാട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വളവും ഈ ചുറ്റും നിൽക്കുന്ന കാടാണ് വലിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിക്ക് നമ്മളിടുന്ന വളവും കാര്യങ്ങളൊന്നും ഇഞ്ചിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇപ്പോൾ കണ്ട ഇഞ്ചിയൊക്കെ ഇപ്പോൾ കാടൊക്കെ പോയി നല്ല ഭംഗിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ അടഞ്ഞ മഴയാണ്. നമുക്ക് ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു തോർച്ച കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതാണ്ടോ, ഇതെല്ലാം നമ്മുടെ ഇഞ്ചിയാണ്. അതിൻ്റെ മോൾ വശത്താണ് നമ്മൾ മഞ്ഞൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ നമ്മുടെ പറമ്പിനോടടുത്തുള്ളൊരു വീടാണ്. ചേച്ചിക്ക് നാണാണ്, സുധ ചേച്ചിക്ക് നാണം കൊണ്ട് ചേച്ചി മുഖമൊക്കെ പൊത്തി നിൽക്കുകയാണ്. ഒരു ഹായ് പറ സുധ ചേച്ചി. ഹായ്. അപ്പോൾ ഞാൻ അമ്പുച്ചൻ അതാ അവിടെ എങ്ങനെ നിൽക്കുകയാണ്. അമ്പുച്ചൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കാലിങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട്. ഇതിനെ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ റിസ്ക് ആണ്. കാരണം പെട്ടെന്ന് നമ്മൾ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്കിഡാവുന്ന പേടിച്ചിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യത്തിൽ മൂപ്പർക്ക് നല്ല പേടിയാണ് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ തന്നെ ഒരുവിധം പേടിച്ചാൽ നടക്കുന്നത്. കാരണം മഴയും കൂടെ പെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ വയനാട്ടിലെ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പശപ്പ് കൂടിയ മണ്ണാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പെട്ടെന്ന് തെന്നിപ്പോവും. അതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചിയാണ് ഇത് കംപ്ലീറ്റ് ഉള്ളത്. ഇപ്പോൾ പണിക്കാരൊക്കെ വന്ന് ഇഞ്ചിയിലെ കാടൊക്കെ പറിച്ച് ഒരുവിധം ഭംഗിയായി ഇപ്പോൾ ഇഞ്ചി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.